ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണ മന്ദിരം നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 19-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 19-ാം അധ്യായത്തിലെ 30 വരെയുള്ള ശ്ലോകങ്ങൾ ആണ് ക്ലാസ് എടുത്ത് നിർത്തിയത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവിധീതംസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതവപേതഗത്യം ദൈവായനോ വിരഹഗാതരയജുഭാവ ത്രേജുതന്മയതയാതരവോധനേതുസ്ഥം സഹോദയം നമിമാത്മസ്. സമാധനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിരുന്നാണ്. മുമ്പ് പറഞ്ഞ പോലെ ചതുർത്ഥസ്കന്ധം 19-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. അധ്യായം 19 ശ്ലോകം 31. തദിതം പശ്യതം ഹദ്ധർമ്മ വ്യതികരം ദ്വിജാം ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞകർമ്മ ഇതദ്വി ജിഘം സദാം. ഇന്ദ്രവധത്തിൽ നിന്നും പൃഥുവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ശ്രമിക്കുന്ന വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നവധ്യോ ഭവതാമിന്ദ്രു. അങ്ങയാൽ ഇന്ദ്രൻ വധിക്കപ്പെടേണ്ടവനല്ല. ഇന്ദ്രൻ യജ്ഞത്തിന്റെ ശരീരമാണ്, യജ്ഞഭാഗമാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ഇന്ദ്രനെ വധിക്കരുത് എന്ന് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതിന്റെ നീതിപൂർവകമായ ചില ന്യായങ്ങൾ ബാക്കി ശ്ലോകത്തിൽ നിർത്തുക. തദിതം പശ്യതാം. അതുകൊണ്ട് ഇത് നോക്കൂ. മഹദ്ധർമ്മം വ്യതികരം. മഹത്തായ ധർമ്മത്തിന് വ്യതികരം ഉണ്ടായിരിക്കുന്നു. വ്യതികരം നാശം, മാറ്റം. മഹത്തായ ധർമ്മം ഇവിടെ നശിക്കാൻ പോകുന്നു. ഹേ ദ്വിജാഹ, അല്ലയോ ബ്രാഹ്മണരെ, ഋത്വിക്കുകളെ, ഇന്ദ്രേണ അനുഷ്ഠിതം, ഇന്ദ്രനാൽ ചെയ്യപ്പെട്ടിരിക്കുന്നതും ധർമ്മവ്യതികരവുമായ മഹത്തായ കർമ്മത്തെ നിങ്ങൾ കാണുവിൻ. ഇന്ദ്രേണ അനുഷ്ഠിതം മഹദ്ധർമ്മവ്യതികരം ദ്വിജാഹ പശ്യത. രാജ്ഞഃ കർമ്മം ഏതദ് ജിഘംസത. രാജാവിന്റെ ഈ കർമ്മം യാതെന്നാണോ ജിഘംസത, ഹനിപ്പാൻ ആഗ്രഹിക്കുന്ന ഈ കർമ്മം ഇന്ദ്രനാൽ ചെയ്യപ്പെട്ടിരിക്കുന്നതും ആയ ധർമ്മത്തെ നശിപ്പിക്കുന്നതായ മഹത്തായ ഈ കർമ്മത്തെ നിങ്ങൾ കാണുവിൻ. നിങ്ങളുടെ പ്രവൃത്തി ആലോചനാപൂർവമാകേണ്ടതാണ്. ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എന്താ കർമ്മം ചെയ്യാൻ. രാജാവിന്റെ യാഗകർമ്മത്തെ വിരോധിക്കാൻ ആഗ്രഹിക്കുന്നവനായ ഇന്ദ്രൻ എത്ര ദുഷ്ടന്മാരെ സൃഷ്ടിച്ചു, പാഖണ്ഡന്മാരെ സൃഷ്ടിച്ചു. അവരൊക്കെ ധർമ്മത്തെ നശിപ്പിക്കുന്ന സംഘങ്ങളാണ്. അവർ ലോകത്തിൽ വർദ്ധിച്ചാൽ ഈ യാഗകർമ്മം തന്നെ ഇല്ലാതാകും. ഇത്രത്തോളം പ്രബലനായ ശത്രുവാണ് ഇന്ദ്രൻ എന്ന് ആലോചിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് യുക്തമാണോ? ഇന്ദ്രൻ ഓരോ പ്രാവശ്യവും ഓരോ രൂപം സ്വീകരിച്ച് ഉപേക്ഷിക്കുന്നതൊക്കെ ഈ ലോകത്തെ ദുഷ്ടന്മാരായിട്ട് പരിണമിക്കുകയാണ്. അതുകൊണ്ട് ഇതിവിടെ നിർത്തിയില്ലെങ്കിൽ ഇനിയും ദുഷ്ടന്മാരെ കൊണ്ട് ഈ ലോകം പെരുകും. ധർമ്മത്തിന് നാശമുണ്ടാകും, അധർമ്മം പെരുകും, യജ്ഞം പോലും നടക്കാതാകും, ഉള്ള യജ്ഞം പോലും മുടങ്ങിപ്പോകും. ആലോചിച്ച് നോക്കുകയും നിങ്ങൾ ചിന്തിക്കുക, ഇത് ശരിയാണ്. തദിതം പശ്യത മഹദ്ധർമ്മ വ്യതികരം ദ്വിജാ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞഃ കർമ്മ ഇതദ്ജിഘം സദാം. ഹേ ദ്വിജാഹ, രാജ്ഞഃ ഏതത് കർമ്മ യത് വിജിഘം സദാം ഇന്ദ്രേണ അനുഷ്ഠിതം.
ധർമ്മം വ്യതികരം മഹത് ഇതം തത് പശ്യത തദിതം പശ്യത മഹത് ധർമ്മം വ്യതികരം ദ്വിജ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞ കർമ്മ ഇതദ്വിജിഘംസതാം തദിതം പശ്യത മഹത് ധർമ്മം വ്യതികരം ദ്വിജ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞ കർമ്മ ഇതദ്വിജിഘംസതാം പൃഥുകീർത്തെ പൃഥോർഭൂയാത് തർഹ്യേകോ ന ശതക്രതു അലം തേ കൃതുഭിസ്ഫിഷ്ടൈഃ യത് ഭവൻ മോക്ഷധർമ്മവിത് പൃഥുകീർത്തേഃ പൃഥുവായ പൃഥുവിന്റെ വലിപ്പമേറിയ കീർത്തിയുള്ളവനാണ് അങ്ങ് പൃഥുകീർത്തിയാണ് അങ്ങ് പൃഥുകീർത്തിയോട് കൂടിയവനായ പൃഥോഹു പൃഥുവിന് പൃഥുകീർത്തേഹ പൃഥോ വലിപ്പമേറിയ കീർത്തിയുള്ള ഈ പൃഥു മഹാരാജാവിന് ഭൂയാത് തർഹി ഏകോനശതക്രതു ഭൂയാത് തർഹി എങ്കിൽ ഏകോനശതക്രതു ഒന്നു കുറഞ്ഞ യാഗം 99 എന്നർത്ഥം ശതക്രതു ഭൂയാത് ഭവിക്കട്ടെ ഏറ്റവും അധികം കീർത്തിയുള്ള മഹാരാജാവിന് തൊണ്ണൂറ്റി 9 യജ്ഞങ്ങൾ ഭവിക്കട്ടെ 100ാമത്തെ യജ്ഞം വേണമെന്നില്ല തർഹി ഏകോനശതക്രതു ഒന്നു കുറഞ്ഞ 100 യാഗം ഒന്ന് കുറഞ്ഞതിന്റെ പേര് 99 എന്നാണ് ശതക്രതു 100 യാഗം ചെയ്യുന്നവൻ ഏകോനശതക്രതു ഒന്നു കുറഞ്ഞ 100 യാഗം ചെയ്യുന്നവൻ 99 യാഗം ചെയ്യുന്നവൻ ആ 99 യാഗം ചെയ്തത് കൊണ്ട് കീർത്തിമാനായ ഇന്ദ്രന്റെ കീർത്തിക്ക് യാതൊരു ഹാനിയും സംഭവിക്കില്ല അലം തേ കൃതുഭിസ്ഫിഷ്ടൈഹി യത് ഭവാൻ മോക്ഷധർമ്മവിൽ സ്ഫിഷ്ടൈഹി കൃതുഭിഹി വേണ്ടതുപോലെ യജിക്കപ്പെട്ട ഈ യജ്ഞങ്ങളാൽ ഭവാൻ മോക്ഷധർമ്മവിത്ത് അങ്ങ് മോക്ഷധർമ്മവിത്താണ് മോക്ഷധർമ്മത്തെ അറിയുന്നവനാണ് അങ്ങ് അതുകൊണ്ട് അലം തേ ഇത് മതി 99 യജ്ഞം ചെയ്യുന്നത് കൊണ്ട് 100 യജ്ഞം ചെയ്യുന്ന ഫലം അങ്ങേക്ക് കിട്ടും അതെന്താണ് മോക്ഷപദവി അങ്ങേക്ക് ലഭ്യമാണ് അലം തേ ഇത് മതിയാക്കൂ ഇത് മതി സ്ഫിഷ്ടൈഹി കൃതുഭിഹി ഭവാൻ മോക്ഷധർമ്മം സ്ഫിഷ്ടങ്ങളായ കൃതുക്കളെ കൊണ്ട് സ്ഫിഷ്ടം വെച്ചാൽ ഇഷ്ടം ഇഷ്ടം എന്ന് വെച്ചാൽ യജിച്ചത് എന്നാണ് മറ്റേ ഇഷ്ടമല്ല നന്നായി യജിക്കപ്പെട്ട കൃതുക്കളാൽ അങ്ങ് മോക്ഷധർമ്മവിത്തായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങേക്ക് 100ാമത്തെ യാഗം പൂർത്തിയാക്കാത്തത് കൊണ്ട് ഒരപകീർത്തി ഉണ്ടാവില്ല മോക്ഷമാണ് ലഭിക്കാൻ പോവുക അങ്ങയുടെ ആഗ്രഹം ഈ നിരതിശയമായ ആനന്ദസ്വരൂപമായ മോക്ഷമാണല്ലോ അതിന് വേണ്ടുന്ന ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനെയാകും 99 കൊണ്ട് മോക്ഷം കിട്ടാമെന്നിരിക്കെ എന്തിന് 100ാമത്തേന് പുറപ്പെടുന്നു ഇത് മതിയാക്കൂ ഇത് ഇവിടെ നിർത്തൂ പൃഥുകീർത്തേഹ പൃഥോർഭൂയാത് തർഹ്യേകോനശതക്രതു അലം തേ കൃതുഭിസ്ഫിഷ്ടൈര്യത് ഭവൻ മോക്ഷധർമ്മവിത് പൃഥുകീർത്തേഹ പൃഥോഃ ഭൂയാത് തർഹി ഏകോനശതക്രതു ഭൂയാത് തർഹ്യേകോനശതക്രതു ഭൂയാത് തർഹി ഏകോനശതക്രതു അലം തേ കൃതുഭിഃ സ്ഫിഷ്ടൈഃ യത് സ്ഫിഷ്ടൈര്യത് സ്ഫിഷ്ടൈഃ യത് ഭവാൻ മോക്ഷധർമ്മവിത് പൃഥുകീർത്തേഹ പൃഥോഃ
ഏകോ ന ശതക്രതുഃ തർഹി ഭൂയാത് സൃഷ്ടൈഃ ക്രതുഭിഃ അലം യത് ഭവാൻ മോക്ഷധർമ്മവത്. പൃഥുകീർത്തേഃ പൃഥോർഭൂയാത് തർഹ്യേകോ ന ശതക്രതുഃ അലം തേ ക്രതുഭിഃ സൃഷ്ടൈർ യത് ഭവാൻ മോക്ഷധർമ്മവിത്. പൃഥുകീർത്തേഃ പൃഥോർഭൂയാത് തർഹ്യേകോ ന ശതക്രതുഃ അലം തേ ക്രതുഭിഃ സൃഷ്ടൈർ യത് ഭവാൻ മോക്ഷധർമ്മവിത്. പൃഥുകീർത്തേഃ പൃഥോർഭൂയാത് തർഹ്യേകോ ന ശതക്രതുഃ അലം തേ ക്രതുഭിഃ സൃഷ്ടൈർ യത് ഭവാൻ മോക്ഷധർമ്മവിത്. നൈവാത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവപി ഹി ഭദ്രം തേ ഉത്തമശ്ലോകവിഗ്രഹൗ. ന ഏവ ആത്മനെ നൈവാത്മനെ മഹേന്ദ്രായ രോഷം ആഹർത്തും അർഹസി. രോഷം ആഹർത്തും അർഹസി. ഉഭൗ അപി ഉഭാവപി. ഉഭൗ അപി കൂടി ചേരുമ്പോൾ ഉഭാവപി. ഹി ഭദ്രം തേ ഉത്തമശ്ലോകവിഗ്രഹൗ. നൈവാത്മനെ മഹേന്ദ്രായ രോഷം ആഹർത്തുമർഹസി. ന ഏവ ആത്മനെ മഹേന്ദ്രായ. ആത്മനെ മഹേന്ദ്രായ ആത്മസ്വരൂപനായ മഹേന്ദ്രനെ ആയിക്കൊണ്ട് രോഷം ആഹർത്തും നയേവ അർഹസി. കോപം പ്രയോഗിക്കാൻ അങ്ങേക്ക് അർഹതയില്ല. ഇന്ദ്രൻ ആത്മസ്വരൂപനാണ്. പരമാത്മസ്വരൂപത്തിന്റെ ഒരു ചൈതന്യത്തിന്റെ അംശമാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രനോട് കോപിക്കുവാൻ അങ്ങേക്ക് അർഹതയില്ല. ന ഏവ ആത്മനെ മഹേന്ദ്രായ. ആത്മനെ മഹേന്ദ്രായ രോഷം ആഹർത്തും ന ഏവ അർഹസി. ആത്മസ്വരൂപനായ ഇന്ദ്രനോട് കോപിക്കാൻ അങ്ങേക്ക് അർഹതയില്ല. ഉഭൗപി രണ്ടുപേരും, അങ്ങും ഇന്ദ്രനും. ഭദ്രം തേ ഉത്തമ ശ്ലോക വിഗ്രഹവും. നിങ്ങൾ രണ്ടുപേരും ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ വിഗ്രഹങ്ങളാണ്, ശരീരങ്ങളാണ്. ഇന്ദ്രനിലും ഭഗവാന്റെ ആത്മചൈതന്യമുണ്ട്. അങ്ങ് ഭഗവാന്റെ അവതാരം തന്നെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയല്ലേ? രണ്ടുപേരും ഭഗവാന്റെ സമ്പൂർണ്ണ അംശമാണല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉത്തമ ശ്ലോക വിഗ്രഹന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭദ്രം തേ, രണ്ടുപേർക്കും മംഗളമുണ്ടാകട്ടെ. മതിയാക്കൂ ഈ യജ്ഞം. 99 കൊണ്ട് നേടേണ്ട നേടിക്കഴിഞ്ഞാൽ പിന്നെ 100 വേണമെന്നില്ല. ഇന്ദ്രനെ വധിക്കാൻ പുറപ്പെടുന്നത് ഇന്ദ്രൻ ആത്മസ്വരൂപനാണ്, ഭഗവാന്റെ അംശമാണ്. അങ്ങും അത് തന്നെയാണ്. രണ്ടുപേരും ഒന്നായിരിക്കെ ഒരാളെ നിഗ്രഹിക്കാൻ പോകുന്നത് ശരിയാണോ? ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. നൈവാത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവപി ഭദ്രം തേ ഉത്തമശ്ലോക വിഗ്രഹൗ. ആത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തും ന അർഹസി ഉഭവി ഉത്തമശ്ലോക വിഗ്രഹൗ തേ ഭദ്രം. നൈവാത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവപി ഭദ്രം തേ ഉത്തമശ്ലോക വിഗ്രഹൗ. നൈവാത്മനെ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഭാവപി ഭദ്രം തേ ഉത്തമശ്ലോക വിഗ്രഹൗ. മാസ്മന്മഹാരാജകൃഥാസ്മചിന്താം നിശാമയാസ്മന്ത്വച ആദൃതാത്മാം യധ്യായതോ ദൈവഹതം നുകർത്തും മനോതിരുഷ്ടം വിശദേ തമൂന്ധം. മാ അസ്മിൻ മഹാരാജ കൃഥാഹസ്മചിന്ത. മാ അസ്മിൻ മഹാരാജ, മാസ്മിൻ മഹാരാജ, ഹേ മഹാരാജ സംബോധനയാണ്. അല്ലയോ മഹാരാജാവേ, അസ്മിൻ ഈ കാര്യത്തിൽ ചിന്താം മാ കൃഥാസ്മ ചിന്ത ചെയ്യണ്ട.
ഇനിയും ഈ കാര്യത്തെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാ അസ്മിൻ മഹാരാജ കൃതാസ്മചിന്താം നിശാമയ അസ്മദ്വച. ഞങ്ങളുടെ വാക്ക് കേൾക്കൂ, നിശാമയ കേൾക്കൂ, അസ്മദ്വച ഞങ്ങളുടെ വാക്ക്. നിശാമയ അസ്മദ്വച, നിശാമയ അസ്മദ്വച. ആദതാത്മ, ആദരിക്കപ്പെടുന്ന ആത്മാവോട് കൂടിയവനായിട്ട് അങ്ങ് എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനാകും. ഇവിടെ ഇന്ദ്രനെ വധിക്കാതെ ഈ 99 യജ്ഞം കൊണ്ട് പൂർണ്ണമാക്കി തിരിച്ചു പോയാൽ അങ്ങ് ആദരിക്കപ്പെടുന്നവനായി. അങ്ങനെ ആദിതാത്മാവായ അങ്ങ് അസ്മദ് വചഃ നിശാമയ ഞങ്ങളുടെ വാക്കുകൾ ഒന്ന് കേൾക്കൂ. യസ്യ അല്ല യത് ധ്യായതോ ദൈവഹതം നുകർത്തും. ദൈവഹതം, ദൈവത്താൽ ഹനിക്കപ്പെട്ടത്, വിധിയാൽ നശിപ്പിക്കപ്പെട്ടത്. യത് കർത്തും ധ്യായത, അത് തന്നെ ചെയ്യാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മനോ അതിരുഷ്ടം, മനസ്സ് അത്യധികമായ കോപത്തോടു കൂടിയതായി ഭവിച്ചിട്ട് അന്ധം തവഹ വിശതെ, ഗാഠമായ അജ്ഞാനമെന്ന ഇരുട്ടിലേക്ക് പ്രവേശിക്കും. നൂറാമത്തെ യാഗം മുടക്കിയല്ലോ എന്ന് ഒരു വിചാരം അങ്ങേക്ക് ഉണ്ടാകും, സ്വാഭാവികമാണ്. ദൈവഹതമായതിനെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. വിധി എന്താണോ അത് അനുഭവിച്ചേ പറ്റൂ. അങ്ങേക്ക് 100ാമത്തെ യാഗം ചെയ്യാനുള്ള വിധി ഇല്ലെങ്കിൽ അതിനുവേണ്ടി പുറപ്പെട്ട് എന്താണ് കാര്യം? ദൈവഹതം, വിധിയാൽ ഹനിക്കപ്പെട്ടത്. ധ്യായതോ, അതിനെ കൊണ്ട് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുക. എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് അത്യധികമായ കോപിഷ്ഠമാണ്. മനസ്സിന് കോപം കൂടിക്കഴിഞ്ഞാൽ അജ്ഞാനമെന്ന അന്ധകാരം ബാധിച്ച് ആരെയും തിരിച്ചറിയാൻ മേലുണ്ടാവും. ഇത് ഇന്ദ്രനാണോ, ഇത് വിഷ്ണുവാണോ, ഇത് ശിവനാണോ, ഇതുപോലും തിരിച്ചറിയില്ല. കോപം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അച്ഛൻ്റെ നേർക്കാണോ, അമ്മയുടെ നേർക്കാണോ, ഗുരുവിന്റെ നേർക്കാണോ ഒന്നും അറിയില്ല, അതൊക്കെ മറന്നുപോകും. ക്രോധാത് ഭവതി സമ്മോഹ എന്ന് ഗീത പറയും. ക്രോധം കൂടിക്കഴിഞ്ഞാൽ സമ്മോഹമാണ്, തിരിച്ചറിവില്ലാണ്. വിധിപൂർവം അനുഭവിക്കേണ്ട കാര്യം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വിധി ഇതാണ്, എനിക്കിത് പറ്റില്ല എന്ന ആശ്വസിക്കലാണ് വേണ്ടത്. അല്ല, ഇതെനിക്ക് പറ്റിയില്ലല്ലോ 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 എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചിരുന്നാൽ കോപം വളർന്നു വലുതാണ്. അത് മുടക്കിയവരോട്, അത് നടക്കാൻ സഹായിക്കാത്തവരോടൊക്കെ എന്തെന്നില്ലാത്ത കോപം. ആ കോപം വർദ്ധിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമെന്ന് ഇരുട്ട് വ്യാപരിച്ച് ആരും തിരിച്ചറിയവൻ. അതുകൊണ്ട് മഹാരാജാവേ, ഈ ലോകത്ത് ഏത് മനുഷ്യർക്കും വിധിപൂർവമായത് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് വെറുതെ കോപം വലുതാക്കുണ്ടാകും. ആസ്മൻ മഹാരാജകൃതാസ്മചിന്താം നിശാമയാസ്മദ്വച ആദതാത്മാം യധ്യായതോ ദൈവഹതം നുകർത്തും മനോതിരുഷ്ണം വിശദേ തമുന്ധം. ഹേ മഹാരാജ, അസ്മിൻ ചിന്ത മാ കൃതാസ്മ ആദതാത്മാ അസ്മദ്വചഃ നിശാമയ ദൈവഹതം യത്കർത്തും ധ്യായതഃ മനഃ അതിരുഷ്ടം അന്ധം തമഃ വിശദേ. അസ്മിൻ മഹാരാജ കൃതാസ്മചിന്താം നിശാമയാസ്മദ്വചാദതാത്മാം യധ്യായതോ ദൈവഹതം നുകർത്തും മനോതിരുഷ്ടം വിശദേ തമോന്ധം. അസ്മിൻ മഹാരാജ കൃതാസ്മചിന്താം നിശാമയാസ്മദ്വച ആദതാത്മാം യധ്യായതോ ദൈവഹതം നുകർത്തും
മനോദരുഷ്ടം വിശദേ തമുന്ധം ക്രതുർവിനമതാമേഷ ദേവേഷു ദുരവഗ്രഹം ധർമ്മവ്യതികരോ യത്ര പ്രാഖണ്ഡൈഃ ഇന്ദ്രനിർമ്മിതൈഃ ക്രതുഃ വിരമതാം ഏഷ ക്രതുഃ വിരമതാം ഏഷ ക്രതുർവിരമതാമേഷ ദേവേഷു ദുരവഗ്രഹ ദേവന്മാരിൽ ദുഷ്ടമായ അവഗ്രഹത്തോടു കൂടിയവർ, അടക്കാനാവാത്ത ആഗ്രഹമുള്ളവർ, ക്രതുഹു വിരമതാമേഷ, ഈ യജ്ഞം നിൽക്കട്ടെ, ആ കഥ വിടൂ. ദേവന്മാർക്ക് കടുത്ത അത്യാഗ്രഹമുള്ളവരാണ്. ദേവേഷു ദുരവഗ്രഹ ധർമ്മവ്യതികരോ എത്ര, ധർമ്മത്തിന്റെ നാശം യാതൊരിടത്ത് പാഖണ്ഡൈഹി ഇന്ദ്രനിർമ്മിതൈഹി, ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട പാഖണ്ഡന്മാർ ഈ ലോകത്ത് പെരുകി അവർ ധർമ്മത്തെ നശിപ്പിക്കാൻ കാരണമാണ്. അങ്ങ് മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചാണ് ഈ സത്കർമ്മം ചെയ്യാൻ പുറപ്പെട്ടത്. അതുകൊണ്ട് ഫലമില്ലെന്ന് മാത്രമല്ല, ദുഷ്ഫലങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ യാഗം മതിയാക്കൂ, യാഗത്തിന്റെ ചിന്ത വിടൂ. ക്രതുഹു വിരമതാം ഏഷ, ഏഷ ക്രതുഹു വിരമതാം, ഈ യജ്ഞത്തിൽ നിന്നും പിന്തിരിയൂ, ആ ചിന്തയെ വിടൂ. യാഗം മുടക്കുന്ന ഇന്ദ്രനെ താങ്കളെ വിരോധിക്കുകയാണ് എന്ന് വിചാരിക്കണ്ട. രജോ ഗുണം കൂടുതലുള്ളതുകൊണ്ട് ദേവന്മാർ അത്യാഗ്രഹികളാണ്. എന്ത് കണ്ടാലും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന രജോ ഗുണത്തിന് ആധിക്യം കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങ് ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട കുറേ പാഖണ്ഡന്മാർ ലോകത്ത് നിറഞ്ഞ് ധർമ്മനാശമുണ്ട്. ഉദ്ദിഷ്ടഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, ഉദ്ദേശിക്കാത്ത ദുർഫലങ്ങൾ പലതും വന്നു ചേർന്ന് അപകടം ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനേക്കാൾ ഭേദമല്ലേ ഈ യാഗത്തിൽ നിന്ന് തിരിയുന്നത്? മതിയാക്കും. ക്രതു വിരമതാവേഷ ദേവേഷു ദുരവഗ്രഹം ധർമ്മം വ്യതികരോ യത്ര പാഖണ്ഡൈരിന്ദ്ര നിർമ്മിതൈ ഏഷ ക്രതു വിരമത ദേവേഷു ദുരവഗ്രഹ യത്ര ഇന്ദ്രനിർമ്മിതൈഃ പാഖണ്ഡൈഃ ധർമ്മവ്യതികര ക്രതുർവിരമതാമേഷ ദേവേഷു ദുരവഗ്രഹം ധർമ്മവ്യതികരോ യത്ര പാഖണ്ഡൈരിന്ദ്രനിർമ്മിതൈ ക്രതു വിരമതാമേഷ ദേവേഷു ദുരവഗ്രഹം ധർമ്മവ്യതികരോ യത്ര പാഖണ്ഡൈരിന്ദ്രനിർമ്മിതൈ ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭർജനം ക്രിയമാണം വിചക്ഷ്വൈനം യസ്തി യജ്ഞധ്രുവശ്വമുക്ഷ് ഏഭിഃ ഇന്ദ്രോപസൃഷ്ടൈ, ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഇവരാൽ, ഏഭിഃ എന്നുവെച്ചാൽ ഇവരാൽ, ഇന്ദ്രോപസൃഷ്ടൈഃ ഏഭിഃ, ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഇവരാൽ. ആരാണിവരെ? പാഖണ്ഡൈഃ, പാഖണ്ഡന്മാരാണ്. വേദവിരോധികളും യജ്ഞവിരോധികളും ആത്മതത്വവിരോധികളുമായ പാഖണ്ഡന്മാരാൽ ജനം ഹാരിഭിः ജനം, അവരാൽ ഹരിപ്പിക്കപ്പെടുന്നവരുമായ ഈ ജനം ഹ്രിയമാണം വിചക്ഷ്വ ഏനം, ഹ്രിയമാണം അപഹരിക്കപ്പെടുന്ന ഈ ജനത്തെക്കുറിച്ച് വിചക്ഷ്വ കണ്ടാൽ, വിചക്ഷ്വ ഏനം വിചക്ഷ്വീനം, വിചക്ഷ്വ കണ്ടാലും യഹ തേ
ധർമ്മധൃഗ് അശ്വമുക്ഷ് യാതൊരാളാണോ അങ്ങയുടെ യജ്ഞധൃക് യജ്ഞത്തെ ദ്രോഹിക്കുന്നവൻ, ധൃക് ദ്രോഹി, യജ്ഞധൃക് യജ്ഞത്തെ ദ്രോഹിപ്പിക്കുന്നവൻ, അശ്വമുക്ഷ് അശ്വത്തെ മോഹിപ്പിക്കുന്നവൻ അല്ല മോഷ്ടിക്കുന്നവൻ, അശ്വമുക്ഷ് അശ്വത്തെ മോഷ്ടിക്കുന്നവനും യജ്ഞത്തെ നശിപ്പിക്കുന്നവനുമായ ഇവൻ ഇതെല്ലാം ചെയ്തതെന്താണ്? അങ്ങയുടെ യാഗം മുടക്കാൻ വേണ്ടി കുതിരയെ മോഷ്ടിച്ചു എന്ന് മാത്രമല്ല, പാഖണ്ഡന്മാരെ ധാരാളം സൃഷ്ടിച്ച് ലോകത്തുള്ള ജനങ്ങളിലൊക്കെ ശ്രദ്ധ അവിടേക്ക് വിട്ടു. അതുമൂലം ധർമ്മകർമ്മങ്ങൾ ഇല്ലാതായി, യജ്ഞമില്ലാതായി. നോക്കൂ, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ. ഇങ്ങനെ പുതിയ അവതാരങ്ങളെ കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോകും. കുറെ കഴിയുമ്പോൾ ഒക്കെ വെറുതെ മനസ്സിലാക്കി തിരിച്ചു പോയി പിന്നെയും വേറെ തന്നെ പുറകെ പോകും. ജനങ്ങളുടെ സ്വഭാവം അതാണ്. ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട കുറെ പാഖണ്ഡനെ കണ്ട് അവരുടെ പുറകെ പോകും. അതാണ് നല്ലത്, അതാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അതല്ല എന്ന് വിചാരിക്കും, തിരിച്ചു. അപ്പം ഈ യജ്ഞം മുടങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ട പാഖണ്ഡന്മാരായ ഇവരാൽ ജനം അപഹരിക്കപ്പെടും. അതുകൊണ്ട് ഒന്ന് നോക്കൂ, ഒന്ന് കാണൂ ഈ ജനങ്ങളെ. ഇന്ദ്രൻ ധർമ്മത്തെ ദ്രോഹിക്കുന്നവനും അശ്വത്തെ മോഷ്ടിക്കുന്നവനുമായി തീർന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രനാലാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതായ മോഹിപ്പിക്കപ്പെട്ടവരായ ഈ പാഖണ്ഡന്മാർ ജനങ്ങളെ അപഹരിക്കുന്നു. അങ്ങനെ വിഷമിക്കുന്ന ജനങ്ങളെ ഒന്ന് നോക്കൂ, ഒന്ന് കാണൂ. ഇന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭിർജനം ഹ്രിയമാണം വിചക്ഷൈനം യസ്തേ യജ്ഞധൃഗശ്വമുക്ഷ്. അശ്വമുട്ട് തേ യജ്ഞധൃക് യഹ ഇന്ദ്രോപസംസൃഷ്ടൈഃ ആരിഭിഃ ഏഭിഃ പാഖണ്ഡൈഃ ഹ്രിയമാണം ഏനം ജനം വിചക്ഷു. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭിർജനം ഹ്രിയമാണം വിചക്ഷീനം യസ്തേ യജ്ഞധൃഗശ്വമുക്ഷ്. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭിർജനം ഹ്രിയമാണം വിചക്ഷീനം യസ്തേ യജ്ഞധൃഗശ്വമുക്ഷ്. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈർഹാരിഭിർജനം ഹ്രിയമാണം വിചക്ഷീനം യസ്തേ യജ്ഞധൃഗ് അശ്വമുക്ഷ്. ഭവാൻ പരിത്രാതുമിഹാപതീർണോ ധർമ്മം ജനാനം സമയാനുരൂപം വേനാപചാരാദവലുപ്തമദ്യ തദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യാം. ഭവാൻ പരിത്രാതുമിഹ അവതീർണ, അങ്ങ് രക്ഷിക്കാൻ വേണ്ടിയാണ് അവതരിച്ചത്, നശിപ്പിക്കാൻ വേണ്ടിയല്ല. ഭഗവാൻ പൃഥുവായി അവതരിച്ചത് ഭൂമിയെ രക്ഷിക്കാനാണ്, അതിലുള്ള ജനങ്ങളെ രക്ഷിക്കാനാണ്, അതിലുള്ള വിഭവങ്ങളെ രക്ഷിക്കാനാണ്. അവയെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ അല്ല അങ്ങയുടെ അവതാരം. ഭവാൻ പരിത്രാതുമിഹ അവതീർണ, പരിത്രാതും രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ അവതരിച്ചവരാണ്. സമയാനുരൂപം ജനനാം ധർമ്മം. ഇവിടെ സമയശബ്ദത്തിന് ശാസ്ത്രം എന്നാണ് അർത്ഥം. സമയാനുരൂപം ശാസ്ത്രത്തിന് ചേർന്ന വിധത്തിലുള്ള ധർമ്മം ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്.
വേന അപചാരാത് അവലുപ്തം അദ്യ. വേന അപചാരാത് അവലുപ്തം അദ്യ. വേനന്റെ അപചാരം കൊണ്ട്, ദുഷ്കർമ്മം കൊണ്ട് അവലുപ്തം ലോപിച്ചു പോയിരിക്കുന്നു. അദ്യ ഇന്ന് ധർമ്മം. ആ ധർമ്മത്തെ രക്ഷിക്കാനാണ് അവതരിച്ചത്. വേനന്റെ ദുർഭരണം കൊണ്ട് നഷ്ടമായത് ധർമ്മമാണ്. ആ ധർമ്മത്തെ വീണ്ടെടുക്കാനാണ് അങ്ങ് അവതരിച്ചത്. അങ്ങ് അധർമ്മം ചെയ്യാൻ പുറപ്പെട്ടാലോ? തദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യ. ഹേ വൈന്യ, വേനപുത്രനായ പൃഥുമഹാരാജാവേ, അവന്റെ ദേഹത്തിൽ നിന്നും വിഷ്ണുവിന്റെ അംശമായിട്ടാണ് നീ ഉണ്ടായത്. തദ്ദേഹതോ വിഷ്ണുകല അസി. നീ വിഷ്ണുവിന്റെ കല ആകുന്നു. ഹേ വൈന്യ, അല്ലയോ പൃഥുമഹാരാജാവേ, വേനപുത്രനായ പൃഥുമഹാരാജാവേ, അങ്ങ് ജനിച്ചത് ധർമ്മത്തെ രക്ഷിക്കാൻ. പിതാവായ വേനൻ നടത്തിക്കൂട്ടിയ അധർമ്മങ്ങളെയൊക്കെ മാറ്റിയിട്ട് ധർമ്മത്തെ സംരക്ഷിച്ച് ഭൂമിയെ രക്ഷിക്കാനാണ് അവതരിച്ചത്. അല്ല, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയല്ല അങ്ങ് അവതരിച്ചത്. നോക്കൂ, അങ്ങയുടെ ലക്ഷ്യം അതല്ല. അതുകൊണ്ട് അങ്ങയുടെ പിതാവ് കാണിച്ച ദുഷ്കർമ്മത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് ഈ ലോകം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം ലോകത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവന്റെ മൃതശരീരത്തിന്റെ ഒരു ഭാഗം കടഞ്ഞ് അതിൽ നിന്നും വിഷ്ണുവിന്റെ അംശമായ അങ്ങ് ജനിച്ചത്, അവതരിച്ചത് എന്നുള്ളത് മറക്കണ്ട എന്ന് സ്വത്വം എന്താണ് എന്ന് ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചു ഈ പൃഥുമഹാരാജാവ്. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനം സമയാനുരൂപം വേനാപചാരാദവരുത്തമന്ത്യതദ്ദേഹതോ വിഷ്ണുകലാസ്യ വൈന്യാം. ഹേ വൈന്യ, വേനാപചാരാത് അവലുപ്തം സമയാനുരൂപം ജനാനാം ധർമ്മം പരിത്രാതും ഭവാനിഹ അവതീർണഃ. തദ്ദേഹതഃ വിഷ്ണുകലാ അസി. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാദവരുത്തമന്ത്യതദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യാം. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാദവരുത്തമന്ത്യ തദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യാം. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാദവരുത്തമന്ത്യതദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യാം. സത്വം വിമർശ്യാസ്യ ഭവം പ്രജാപതേൻ സങ്കൽപ്പനം വിശ്വസൃജാം പിപീപൃഹി ഐന്ദ്രീം ച മായാം ഉപധർമ്മമാതരം പ്രചണ്ഡം പാഖണ്ഡപഥം പ്രഭോജഹി. സത്വം, അങ്ങനെയുള്ള അങ്ങ് ധർമ്മത്തെ രക്ഷിക്കാൻ, ഭൂമിയെ രക്ഷിക്കാൻ ഇവിടെ അവതരിച്ചവനായ അങ്ങ് സത്വം വിമർശ്യ, ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് അസ്യ ഭവം, ഹേ പ്രജാപതേ, അല്ലയോ പ്രജാപതിയായിരിക്കുന്ന പൃഥുമഹാരാജാവേ, അങ്ങ് അസ്യ ഭവം, ഈ ലോകത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച്, അസ്യ ലോകസ്യ ഭവം ക്ഷേമം, അതിനെക്കുറിച്ച് വിമർശ്യ, നന്നായി ആലോചിച്ചിട്ട് വിശ്വസൃജാം സങ്കല്പനം, വിശ്വത്തെ സൃഷ്ടിച്ചതായ പ്രജാപതിമാരുടെ സങ്കല്പത്തെ, വിശ്വസൃജാം സങ്കല്പനം, വിശ്വസൃഷ്ടികളുടെ പ്രജാപതിമാരുടെ സങ്കല്പനത്തെ പിപീപൃഹി,
പൂർത്തീകരിക്കൂ. പി പി പൃഹി എന്നാണ്, പരിചയമില്ലാത്തൊരു വാക്കാണത്. സംസ്കൃത ഭാഷയിൽ മാത്രം പരിചയപ്പെടുന്ന ഒരു വാക്കാണ് പി പൃഹി. പൂർത്തീകരിക്കൂ എന്നർത്ഥം. പ്രജാപതിമാരുടെ സങ്കല്പനത്തെ അങ്ങ് പൂർത്തീകരിക്കൂ. കാരണം പ്രജകളെ പരിപാലിക്കാൻ വേണ്ടിയാണ് ഒരു രാജാവ് ഉണ്ടാവേണ്ടത് എന്ന് ബ്രഹ്മാവിന്റെ സങ്കല്പം കൊണ്ടാണ് പ്രജാപതിമാരെ സൃഷ്ടിച്ചത്. അവരൊക്കെ വിഷ്ണുവിന്റെ അംശം തന്നെയാണ് താൻ. അതുകൊണ്ട് പ്രജകളുടെ അഭിവൃദ്ധിയെക്കുറിച്ചാണ് അങ്ങ് ചിന്തിക്കുന്നത്. സത്വം വിമർശാഫ്യ ഭവം പ്രജാപതേ സങ്കല്പനം വിശ്വസൃജാം പിപീപൃഹി ഐന്ദ്രിഞ്ച മായാം ഉപധർമ്മമാതരം. ഇന്ദ്രസംബന്ധിയായ മായയെ, ഇന്ദ്രനാൽ ഉണ്ടാക്കപ്പെട്ട മായയെ ഉപധർമ്മമാതരം, ഉപധർമ്മത്തെ, ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ പ്രവൃത്തികളെയും വളർത്തുന്നവനായ, മാതരം എന്ന് വെച്ചാൽ പരിപാലിക്കുന്ന, കുട്ടികളെ വളർത്തുക, വാത്സല്യപൂർവ്വം രക്ഷിക്കുക, ഇതൊക്കെയാണ് അമ്മയുടെ കടമ. അങ്ങനെ അധർമ്മത്തെ വർദ്ധിപ്പിക്കുന്ന ഐന്ദ്രി മായ, ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട മായയെ പ്രചണ്ഡ പാഖണ്ഡപഥം, പ്രചണ്ഡമായ, കോലാഹലമായ, ബഹളപൂരിതമായ ഈ പാഖണ്ഡമാർഗത്തെ സത്വം അങ്ങ് പ്രഭോ ജഹി ഉപേക്ഷിക്കൂ. ജഹി ഉപേക്ഷിക്കൂ, പ്രഭു എന്നുള്ള സംഭവത്തിൽ ഹേ പ്രഭു അങ്ങ് ഉപേക്ഷിക്കൂ. അതുകൊണ്ട് അങ്ങ് പ്രജാപരിപാലകനാണെന്ന് ഒന്നുകൂടി ചിന്തിച്ച് വിശ്വത്തെ സൃഷ്ടിക്കുന്നവരായ പ്രജാപതിമാരുടെ ആ സങ്കല്പത്തെ അങ്ങ് പൂർത്തീകരിക്കണം. ഉപധർമ്മത്തെ വർദ്ധിക്കുന്ന ഇന്ദ്രകൃതമായ മായയെ അങ്ങ് നശിപ്പിക്കണം. ഇന്ദ്രനെയല്ല നശിപ്പിക്കേണ്ടത്, ഇന്ദ്രകൃതമായ മായയാണ് നശിപ്പിക്കേണ്ടത്. അംശാവതാരമാണ് അങ്ങെന്നുള്ളത് കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകണം, ധർമ്മത്തെ രക്ഷിക്കണം, അധർമ്മത്തെ നശിപ്പിക്കണം. അധർമ്മം ചെയ്യുന്നവരെയല്ല, അധർമ്മത്തെയാണ്. ഇന്ദ്രൻ ഉണ്ടാക്കിവിട്ട ഈ പാഖണ്ഡന്മാർ അധർമ്മം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവരെയാണ് അങ്ങ് നശിപ്പിക്കേണ്ടത്. അവതാര ലക്ഷ്യം അതാണ്. സത്വം വിമർശ്യാഫ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിപീസൃഹി ഐന്ദ്രീം ജമായാമുപധർമ്മമാതരം പ്രചണ്ഡപാഖണ്ഡപഥം പ്രഭോ ജഹി. പ്രഭോ പ്രജാപതേ അസ്യ ഭവം വിമർശ്യ വിശ്വസൃജാം സങ്കൽപ്പനം പിപീബൃഹി ഉപധർമ്മമാതരം ഐന്ദ്രീം മായാം പ്രചണ്ഡപാഖണ്ഡപഥം സത്വം ജഹി. സത്വം വിമർശ്യാഫ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിപീബൃഹി ഐന്ദ്രീം ജമായാമുപധർമ്മമാതരം പ്രചണ്ഡപാഖണ്ഡപഥം പ്രഭോ ജഹി. സത്വം വിമർശ്യാഫ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിപീബൃഹി ഐന്ദ്രീം ജമായാമുപധർമ്മമാതരം പ്രചണ്ഡപാഖണ്ഡപഥം പ്രഭോ ജഹി. സത്വം വിമർശ്യാഫ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിപീബൃഹി ഐന്ദ്രീം ജമായാമുപധർമ്മമാതരം പ്രചണ്ഡപാഖണ്ഡപഥം പ്രഭോ ജഹി. ഇത്തം സലോകഗുരുണാ സമാദിഷ്ടോ ശമ്പതി തഥാ ച കൃത്വാ വാത്സല്യം മഖോനാപി ച സന്തതേ. ഇത്തം ഇങ്ങനെ സഹ അവൻ ലോകഗുരുണാ സമാദിഷ്ട സഹ
ലോകഗുരുവായ ബ്രഹ്മാവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചവനായ ആ വിശാംബതി രാജാവ് ഫമാദിഷ്ട ഉപദേശിക്കപ്പെട്ട ലോകഗുരുണ ഫമാദിഷ്ട ലോകഗുരുവാൽ ആദേശിക്കപ്പെട്ടവനായ ആ പൃഥു രാജാവ് തഥാചകത്വ അങ്ങനെ തന്നെ ചെയ്തിട്ട് വാത്സല്യം മഖോന അഭിചഫന്തേ മഖോന അഭി ഇന്ദ്രനോട് വാത്സല്യം ജഫന്തേ ഇന്ദ്രനോട് സന്ധി ചെയ്ത് വാത്സല്യത്തെ കാണിച്ചു കൊടുത്തു, ശത്രുത ഉപേക്ഷിച്ചു. അല്പസമയം മതിയല്ലോ നമുക്ക് ശത്രുത ഉപേക്ഷിക്കാൻ. അങ്ങനെ ലോകഗുരുവായ ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവനായ രാജാവ് ഇന്ദ്രനോട് വിരോധം ഉപേക്ഷിച്ച് സന്ധി ചെയ്തു എന്നർത്ഥം. ഇത്തം സലോകഗുരുണാഫമാദിഷ്ടോ വിശംബതി തഥാചകൃത്വാ വാത്സല്യം മഖോനാപി ജഫന്തേ ലോകഗുരുണ ഇത്തം സമാദിഷ്ടഃ സവിശാംബതിഃ തഥാ കൃത്വാ വാത്സല്യം ച മഖോനാപി ഫന്തേ ഇത്തം സലോകഗുരുണാ സമാദിഷ്ടോ വിശംബതി തഥാചകൃത്വാ വാത്സല്യം മഖോനാപി ജഫന്തേ കൃതാവസ്ഥസ്നാനായ പൃഥവേ ഭൂരികർമ്മണേ വരൻ ദദുസ്തേ വരദ ഏതദ്ബർഹിഷിതപിതാഹം. കൃത അവഭൃതസ്നാനായ അവഭൃതസ്നാനം ചെയ്തവനായിട്ട്, അവഭൃതസ്നാനം യജ്ഞത്തിന്റെ അവസാനം ചെയ്യുന്ന ഒരു സമ്പൂർണമായ നിമജ്ജനം, മുങ്ങിക്കുളിയുടെ പേരാണ് അവഭൃതം. അവഭൃത എന്നല്ല, അവഭൃത എന്ന് തന്നെ രസത്തിന്റെ ധായാണ് വേണ്ടത്. ഇന്ന് സപ്താഹയജ്ഞവേദികൾ പല നോട്ടീസുകളിലും അവഭൃത സ്നാനം എന്ന് അടിച്ചു കാണാറുണ്ട്. തിരുത്തി കൊടുക്കണം. അവഭൃത സ്നാനമാണ്, സമ്പൂർണമായിട്ട് മുങ്ങുക എന്നാണ് അവഭൃതം എന്ന വാക്കിന്റെ അർത്ഥം. അതിനു വേണ്ടിയിട്ട് അത് എന്താണ്, യജ്ഞം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. കർമ്മയജ്ഞത്തിലേ ഉള്ളൂ അവഭൃത സ്നാനം, ജ്ഞാനയജ്ഞത്തിലില്ല. ഒന്ന് സപ്താഹത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതൊരു അന്ധമായ അനുകരണമാണ്. അവഭൃതസ്നാനായ പൃഥുവിനായിക്കൊണ്ട് ഭൂരികർമ്മനെ, ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന പൃഥുവിനായിക്കൊണ്ട് വരാൻ ദദുസ്തേ, അവർ വരങ്ങൾ കൊടുത്തു. വരദ ഏതത് ദർശിഷിത പിതാഹ, വരദന്മാർ, വരം ദാനം ചെയ്യുന്നവർ ആരാണോ അവർ അധിക കർമ്മത്തോടു കൂടിയ ഭൂരികർമ്മനെ, അധികമായ കർമ്മത്തോടു കൂടിയവൻ, കൃത അവഭൃതസ്നാനായ അവഭൃതസ്നാനം ചെയ്തവനുമായ പൃഥുവിനോട് തേ വരാൻ ദതുഹു, ആ വരങ്ങളെ ദാനം ചെയ്തു. 99 യജ്ഞം പൂർത്തിയാക്കിയ ഈ കർമ്മത്തില് എല്ലാ കർമ്മങ്ങളും യജ്ഞത്തിൽ ഹോമിച്ച് സന്തോഷിപ്പിച്ച ദേവന്മാർ കർമ്മസമാപ്തിക്ക് വേണ്ടി അവഭൃത സ്നാനം ചെയ്ത പൃഥുവിനെ എല്ലാ വരങ്ങളും ദാനം ചെയ്തു. കൃതാവഭൃത സ്നാനായ പൃഥവേ പൂരികർമ്മണേ വരാൻ ദദുസ്തേ വരദ ഏ തദ്ബർഹിഷിതപിതാഹ. തദ്ബർഹിഷി തത്പിതാഹ വരദാഹ ഏ ഭൂരികർമ്മണേ കൃത അവഭൃതസ്നാനായ പൃഥവേ തേ വരം ദദു. കൃതാവഭൃതസ്നാനായ പൃഥവേ ഭൂരികർമ്മണേ വരം ദദുസ്തേ വരദ ഏതദ്ദർഹിഷിതപിതാ. വിപ്രാഹ സത്യാശിഷസ്തുഷ്ടാ ശ്രദ്ധയാ രക്തദക്ഷിണാഃ ആശിഷോ യൂജുഃ ക്ഷത്തരാതിരാജായ സത്കൃതാഃ. വിപ്രാഹ ബ്രാഹ്മണർ, സത്യാശിഷഃ സത്യമായ ആശംസയോടു കൂടിയവരായ വിപ്രന്മാർ, തുഷ്ടാഹ സന്തോഷിച്ചു, ശ്രദ്ധയാ ലബ്ധദക്ഷിണാഃ ശ്രദ്ധയോടുകൂടിയ സൽക്കരിക്കപ്പെട്ടവരായ അവർ, ദക്ഷിണ സ്വീകരിച്ചവരായിട്ട്, ആശിഷോ യൂജുഃ ആശംസയോട് യോജിപ്പിച്ചവരായി,
ക്ഷത്തര് അല്ലയോ വിതുര, ആദിരാജായ സത്കൃതാഹ, ആദ്യ രാജാവായ പൃഥുവിനെ ആശംസകൾ അർപ്പിച്ചു എല്ലാവരും. ശ്രദ്ധാപൂർവം യജ്ഞം പൂർത്തീകരിച്ച് ദക്ഷിണ കൊണ്ട് ബ്രാഹ്മണരെ സൽക്കരിച്ചു. സന്തുഷ്ടരായ ബ്രാഹ്മണർ ആശീർവാദം സത്യമായി തീരത്തക്ക മട്ടിൽ രാജാവിന്. സാറിന് എല്ലാം സത്യമാണെന്നില്ല, പക്ഷെ ഇത് സത്യമായി തീരത്തക്ക മട്ടിലുള്ള വരങ്ങൾ കൊടുക്കാൻ തപശക്തിയുള്ളവരായിരുന്നു ആ ബ്രാഹ്മണർ. അങ്ങനെ ആദിരാജാവായ പൃഥുവിനെ അവരെ ആശീർവദിച്ചു. വിപ്രാഹ സത്യാശിഷസ്തുഷ്ടാഹ ശ്രദ്ധയാ ലബ്ധദക്ഷിണാം ആശിഷോ യുജുക്ഷത്തരാദിരാജായ സത്കൃതാഹ. ക്ഷത്തര ആദിരാജായ, ക്ഷത്തര സംബോധനയാണ്. സത്കൃതാഹ ശ്രദ്ധയാ ലബ്ധദക്ഷിണാഹ തുഷ്ടാഹ സത്യാശിഷഃ വിപ്രാഹ. ഹേ ക്ഷത്തഃ ആദിരാജായ ആശിഷഃ യുജു. വിപ്രാഹ സത്യാശിഷസ്തുഷ്ടാ ശ്രദ്ധയാ ലബ്ധദക്ഷിണാം ആശിഷോ യുജുക്ഷത്തരാദിരാജായ സത്കൃതാം. വിപ്രാ സത്യാശിഷസ്തുഷ്ടാ ശ്രദ്ധയാ ലബ്ധദക്ഷിണാം ആശിഷോ യുജുക്ഷത്തരാദിരാജായ സത്കൃതാഹം. ത്വയ്യാദൃതാ മഹാബാഹോ സർവ ഏവ സമാഗതാ പൂജിതാ ദാനമാനാഭ്യം ദേവർഷിമാനവാഹം. ത്വയാ ആദൃതാഹ, അങ്ങയാൽ ആദരിക്കപ്പെട്ടവരായാലും ഹേ മഹാബാഹോ, പൃഥ്വിയെ സംബോധന ചെയ്ത സർവയേവ സമാഗതാഹ, അങ്ങ് ആദരിക്കപ്പെട്ടവരായ അവിടെ വന്നു ചേർന്ന എല്ലാവരും പൂജിതാഹ, പൂജിക്കപ്പെട്ടവരായ അവരെല്ലാം ദാനമാനാഭ്യാം, ദാനമാനങ്ങളോടെ പൂജിക്കപ്പെട്ടവരായ അവരൊക്കെ പിതൃ ദേവർഷി മാനവാഹ, പിതൃക്കൾ, ദേവന്മാർ, ഋഷിമാർ, മനുഷ്യൻ. അങ്ങനെ മഹാബാഹുവായ പരാക്രമശാലിയായ അല്ലയോ രാജാവേ, ഈ സത്രത്തിൽ എത്തിച്ചേർന്ന പിതൃക്കളുണ്ട്, ദേവന്മാരുണ്ട്, ഋഷിമാരുണ്ട്, മനുഷ്യരുണ്ട്, എല്ലാവരും ദാനമാനാദികളാൽ അങ്ങ് പൂജിച്ച് സൽക്കരിച്ചു. എല്ലാവരോടും യാത്ര. ത്വയാദതാ മഹാബാഹോ സർവയേവ സമാഗതാം പൂജിതാദാനം അനാഭ്യം പിതൃദേവർഷിമാനവാം. മഹാബാഹോ പിതൃദേവർഷിമാനവാഹ സമാഗതാഹ സർവേ ത്വയാ ആദതാഹ ദാനമാനാഭ്യം പൂജിതാഃ. ത്വയാദതാ മഹാബാഹോ സർവയേവ സമാഗതാം പൂജിതാദാനമാനാഭ്യം ദേവർഷിദാനവാം. ത്വയാദൃതാ മഹാബാഹോ സർവേവ സമാഗതാം പൂജിതാദാനമാനാഭ്യം ദേവർഷിമാനവാ. എന്നിങ്ങനെ ആ യജ്ഞത്തിന്റെ പൂർത്തീകരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിശദമായി വിവരിച്ചുകൊണ്ട് ആ 19-ാം അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അടുത്ത 20-ാം അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. ഇന്നത്തെ നമ്മൾ ക്ലാസ് പൂർത്തീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ തുടർന്നിരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛിതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി.